BJP ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അവരുടെ പുതിയ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അതായത് സംസ്ഥാന തലങ്ങളിൽ തന്നെ ആയാൽ തന്നെയും അഴിച്ചുപണികൾ, അതായത് നിലവിൽ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷന്മാരെ അടക്കം മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരികയും സംഘടനാ തലത്തിൽ തന്നെ വളരെ അധികം മാറ്റങ്ങൾ വരുത്തുന്ന പല നീക്കങ്ങളുമാണ് കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നദ്ദ മാറി പുതിയ ദേശീയ അധ്യക്ഷൻ വരുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുന്നത്. അത് എന്തായാലും ഈ വരുന്ന ഫെബ്രുവരിയോട് കൂടി തന്നെ അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള പലതരം കാര്യങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്നതായിട്ടുള്ള ചില വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന തരത്തിൽ സംസ്ഥാന ഘടകങ്ങളിലായാലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ ആയാലും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരിൽ കുറെ കൂടി സ്ഥാനങ്ങൾ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് സംഘടനാ സംവിധാനങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. പട്ടികജാതി, പിന്നാക്ക വിഭാഗങ്ങൾ, പട്ടികവർഗക്കാർ എന്നിവരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി അതിൻ്റെ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുകയാണിപ്പോൾ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്ന നിയമത്തിന് മുന്നോടിയായി എല്ലാ തലങ്ങളിലുമുള്ള സംഘടനാ ഘടനകളിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി BJP പദ്ധതിയിടുന്നത്. ഇപ്പോൾ മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ 62 സംഘടനാ ജില്ലകളിലായി 7 മുതൽ 8 വരെ വനിതാ ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചേക്കാം. ഇത് നിലവിലുള്ള സജ്ജീകരണത്തേക്കാൾ ഗണ്യമായ വർധനവാണെന്ന് പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. രാജ്യവ്യാപകമായി നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി ബീഹാറിൽ BJP 2 വനിതാ ജില്ലാ പ്രസിഡന്റുമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. BJPയുടെ മാതൃകാ സംസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന മധ്യപ്രദേശിൽ മിക്ക പ്രദേശങ്ങളിലുമുള്ള 11 അംഗ ബൂത്ത് കമ്മിറ്റികളിൽ കുറഞ്ഞത് 3 സ്ത്രീകളെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു. പട്ടികജാതി, പിന്നാക്ക വിഭാഗങ്ങൾ, പട്ടികവർഗക്കാർ എന്നിവരുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്നതായി തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. മണ്ഡൽ ജില്ലാ യൂണിറ്റുകൾ പോലുള്ള സംഘടനാ യൂണിറ്റുകൾ വളരെ മത്സരബുദ്ധിയുള്ളവയാണെന്നും പുരുഷാധിപത്യമുള്ള പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ ചരിത്രപരമായി പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും സ്രോതസ്സുകൾ ചൂണ്ടിക്കാട്ടി. 2020 മുതൽ നിലവിലെ നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദയുടെ പിൻഗാമിയായി പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ. പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പുതിയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിൽ തന്നെയാണ് പലതരത്തിലുമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നത് തന്നെ. കാരണം ദേശീയ തലത്തിൽ തന്നെ നദ്ദയ്ക്ക് പകരം വരാൻ പോകുന്നത് ഒരു വനിതാ അധ്യക്ഷ തന്നെയാണോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം BJPയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനും വളരെയേറെ സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സംസ്ഥാന ഘടകങ്ങളിലേക്കും വരുമ്പോഴത്തേക്കും അതിപ്പോൾ കേരളം ഉൾപ്പെടെ, കേരളത്തിലായാൽ പോലും ഇപ്പോൾ ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു അധ്യക്ഷനെ നിയമിക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും കേരള ഘടകത്തിനുള്ളിൽ തന്നെ വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെയും സുരേന്ദ്രനെ മാറ്റി പുതിയ ഒരു വ്യക്തിയെ ആ ഒരു തരത്തിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള തരത്തിൽ BJPക്ക് ഉള്ളിൽ തന്നെ വളരെ വലിയ തോതിൽ പോര് ശക്തമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഇതിനിടയിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഡൽഹിയിലെ പെട്ടെന്നുള്ള ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുമായിട്ടുള്ള ഒരു പെട്ടെന്നുള്ള കൂടിക്കാഴ്ച, അത് വളരെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ BJPയുടെ വനിതാ അധ്യക്ഷയായിട്ട് വരാൻ പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് വരെ ഇടം പിടിച്ച ഒരു സാഹചര്യമായിരുന്നു എന്ന
കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ ശോഭാ സുരേന്ദ്രൻ BJP അധ്യക്ഷയായി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് BJPക്കുള്ളിൽ തന്നെയുള്ള പ്രവർത്തകരുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ നിലവിൽ BJP പല സംസ്ഥാനങ്ങളിലും വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴും അത് കേരളത്തിൽ ഈ പറയുന്ന തരത്തിൽ ഒരു വനിതാ അധ്യക്ഷയെ പുതുതായിട്ട് നിയമിക്കുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ പേരെന്ന് പറയുന്നത്. എന്തായാലും അമിത്ഷായുമൊത്തുള്ള പെട്ടെന്നുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ കേന്ദ്ര നേതൃത്വം പലതരത്തിലുമുള്ള നീക്കങ്ങൾ കേരളത്തിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫെബ്രുവരിയോടുകൂടി തന്നെ അന്തിമ തീരുമാനം അത് കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലായാൽ പോലും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ദേശീയ തലത്തിലായാൽ തന്നെയും പുതിയ അധ്യക്ഷനെ നിയമിച്ചുകൊണ്ടുള്ള ആ ഒരു തീരുമാനം ഫെബ്രുവരിയോട് കൂടി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തീർച്ചയായിട്ടും ഏറ്റവും ട്വിസ്റ്റായിട്ട് കരുതുന്ന ഒരു കാര്യം കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഇനി വരാൻ പോകുന്നത് വനിതാ അധ്യക്ഷ തന്നെയാണോ എന്നുള്ള ആ ചോദ്യം തന്നെയാണ്. അതിനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്തായാലും BJPയുടെ അന്തിമ തീരുമാനത്തിൽ അങ്ങനെ ഒരു നീക്കമാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും അത് പലതരത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കേരളത്തിൽ പോലും. എന്തായാലും അന്തിമ തീരുമാനം കേന്ദ്രത്തിന്റെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ തീരുമാനത്തിൽ എന്തെല്ലാം തരം മാറ്റങ്ങളായിരിക്കും കേരളത്തിൽ ഉൾപ്പെടെ വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്.